അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എർത്തിങ് കൺസ്യൂമർ പ്രൊമിസസിൽ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ സ്ഥലത്ത് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഓവർലോഡിങ് തടയാനാണോ, ഇലക്ട്രിക് ഷോക്ക് തടയാനാണോ, വോൾട്ടേജ് ഫ്ലക്ച്വേഷന് വേണ്ടിയാണോ, ഹൈ ടെമ്പറേച്ചറിന് വേണ്ടിയാണോ? ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എർത്തിങ് ചെയ്യുന്നത് എന്തിനാണ്? ഇലക്ട്രിക് ഷോക്ക് തടയാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടി തന്നെയാണ്. ഹ്യൂമൻസിനും ആനിമൽസിനും ഇലക്ട്രിക് ഷോക്ക് തടയാനും, പിന്നെ ഫയറിൻ്റെ അങ്ങനത്തെ റിസ്ക്കുകൾ വരാം, ഷോർട്ടായിട്ട് ഫയറിൻ്റെ റിസ്ക് അങ്ങനത്തെ കേസുകളൊക്കെ. പിന്നെ അതുകൂടാതെ ഒരു എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കൂടിയാണത്. ഡയറക്റ്റ്ലി ഇത് ഓവർലോഡിങ്ങിനെതിരെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി പല പ്രൊട്ടക്ഷൻസ് വഴി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഓവർലോഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഓവർലോഡിങ്ങിന് വേണ്ടി ഫ്യൂസ്, സർക്യൂട്ട് ബ്രേക്കർ മുതലായ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് ഫ്ലക്ച്വേഷന് വേണ്ടി വോൾട്ടേജ് റെഗുലേറ്റർ, സ്റ്റെബിലൈസർ, നമ്മൾ സ്റ്റെബിലൈസറിനെ പറ്റി നോക്കിയിരുന്നു, അതൊക്കെയാണ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിന് വേറെ തെർമൽ മോണിറ്ററിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ എർത്തിങ് മെയിനായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയാണ്, ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കാണ്ടിരിക്കാനായിട്ടുള്ള, പിന്നെ എക്യുപ്മെൻറ്റിനും, പിന്നെ ഫയർ വരാണ്ടിരിക്കാനും, പിന്നെ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എർത്ത് ചെയ്യണം ഈ പല പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പലതരം എർത്തിങ് ഉണ്ട്, അത് നമുക്ക് വിശദമായിട്ട് എർത്തിങ്ങിൻ്റെ പാർട്ടിൽ നോക്കാം. എർത്തിങ്ങിൻ്റെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഇൻസ്പെക്ടറേറ്റ് ഡയറിയിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് അതിൽ പറയും. ഓക്കെ, അപ്പോൾ എക്യുപ്മെൻ്റ് എർത്ത് ചെയ്യും, സിസ്റ്റം എർത്ത് ചെയ്യും, ഫങ്ഷൻ എർത്ത് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കതിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഷോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ലൈവ് വയറോ ടെർമിനലൊക്കെ കണ്ടക്ടറായിട്ട് നമ്മൾ കൈ വെച്ച് തൊടുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കണ്ടക്ടറായിട്ട് ഒരു പൈപ്പ് വെച്ച്, നമ്മൾ KCBയുടെ ഒക്കെ പരസ്യം കാണാറില്ല, തോട്ടി വെച്ച് ലൈനിൽ മെറ്റൽ തോട്ടി വെച്ചൊക്കെ ലൈനിൽ തൊട്ടാൽ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് തരാം. പിന്നെ ഏതെങ്കിലും ലൈവ് ആയിട്ടുള്ള വയർ താഴത്ത് വീണ് കിടക്കേണ്ട, അതിൽ നമ്മൾ തൊട്ടാൽ അങ്ങനെ വരാം. പിന്നെ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട്. അത് അധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷനുകളിലൊക്കെ ഫോൾട്ടുകൾ സംഭവിക്കുമ്പോൾ ആ ഒരു ചുറ്റളവിൽ തന്നെ ഒരു ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു കാല് ബാക്കിലൊരു കാല് ഫ്രണ്ടിലും ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാല് വേറൊരു വോൾട്ടേജിലും മറ്റേ കാല് വേറൊരു വോൾട്ടേജിലുമായി നമ്മുടെ ബോഡിയുടെ അകത്ത് കൂടി ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈവ് ആയിട്ടുള്ള സർക്യൂട്ടായിട്ട് എങ്ങനെയെങ്കിലും ടച്ച് വന്നാൽ, പിന്നെ ഇലക്ട്രിക്കൽ ഫ്ലാഷ് എന്തെങ്കിലും സ്പാർക്ക് അടിക്കുന്ന സ്ഥലത്തൊക്കെ പോയി നമ്മൾ ടച്ച് ആയാൽ, പിന്നെ വെള്ളത്തിൽ ത്രൂ വരാം, ഒബ്ജക്റ്റുകൾ വേറെ പല ഒബ്ജക്റ്റ് ടൂൾസ് എക്യുപ്മെൻറ്റ്സ് വഴി വരാം. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പൂറായിട്ടുള്ള വയറിങ്ങോ പ്രോപ്പറായിട്ടുള്ള വരാത്ത ഡാമേജായ എക്യുപ്മെൻറ്റ്, ഓവർലോഡായാലും, പിന്നെ വെറ്റായിട്ടുള്ള കണ്ടീഷനിലും എർത്തിങ് ചെയ്യാണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടി കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് റഫ്ലി പറഞ്ഞാൽ നമുക്ക് കാർഡിയാക് അറസ്റ്റ്, ബേൺസും, മസിൽ കോൺട്രാക്ഷനും, മസിൽ ചുരുങ്ങി പോവുക, നമ്മൾ മരവിച്ചു പോകുന്നൊരവസ്ഥയും, റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വാസം കിട്ടാതാവ്, പിന്നെ ന്യൂറോളജിക്കൽ ഡാമേജും, ആൾ തട്ടിപ്പോകുന്നവരെ സംഭവിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറേ ലിമിറ്റുകളുണ്ട്. മൈക്രോ ഷോക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ നിസ്സാര ആംബിയർ മതി നമുക്ക് ഷോക്കിലേക്ക് വരാനുണ്ട്. ഒരു 1 മുതൽ 10 മില്ലി ആംബിയർ, അതായത് മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ ആംബിയർ 10/1000, അത്ര വന്നാൽ തന്നെ നമുക്ക് മൈനർ ഇഞ്ചുറിക്ക് സാധ്യതയുണ്ട്. ഒരു 10 തൊട്ട് 50 വന്നു കഴിഞ്ഞാൽ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മരവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാം. 50 to 200 മില്ലി ആംബിയറിൻ്റെ ഷോക്ക് വന്നാൽ ഭയങ്കര ഷോക്കാണ്. റെസ്പിറേറ്ററി അറസ്റ്റ്, അതായത് നമുക്ക് ശ്വാസം കിട്ടാതാവുകയും, കാർഡിയാക് അറസ്റ്റും, അത് ഹൃദയാഘാതം വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫാറ്റൽ ഷോക്കാണ് 200 മുകളിലൊക്കെയുള്ള ഫാറ്റൽ ഷോക്കാണ് 1000 മില്ലി ആംബിയർ വരെയുള്ളത്. അതിൽ ആൾ തട്ടിപ്പോവാം. എക്സ്ട്രീം ഹൈ ഷോക്ക് എന്തായാലും ആൾ തട്ടിപ്പോവും, കാർഡിയാക് അറസ്റ്റ് ഒന്ന് തട്ടിപ്പോവും 1000 മില്ലി ആംസിന് മുകളിൽ. അപ്പോൾ നമ്മൾ RCCBയുടെ ഒക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നമുക്ക് കവർ ചെയ്യാം. അത് RCCB ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എത്ര മില്ലി ആംസ് വരെയൊക്കെയാണ് അലൗഡ് എന്നൊക്കെ ഉള്ളത് നമ്മളതിൽ പഠിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ അതേപോലെ വോൾട്ടേജും 240 വോൾട്ടാണെങ്കിലും ചെറിയൊരു ഒരു ഇലക്ട്രിക് ഷോക്കിൽ ആൾ തട്ടിപ്പോവും. വോൾട്ടേജ് കൂടുന്തോറും ഈ റിസ്ക്കുകൾ കൂടും. ഹൈ വോൾട്ടേജ് ആകുമ്പോൾ ഭയങ്കര റിസ്ക് ആവും. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എർത്തിങ്ങും ഗ്രൗണ്ടിങ് എർത്തിങ്ങും നല്ല ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും ഇൻസുലേഷനുകളും
പിന്നെ അതുമാത്രമുള്ള ഒരു എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടാവും, ഒരു സേഫ്റ്റി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ്. പിന്നെ റെഗുലറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഓരോ എക്യുപ്മെൻ്റ് ആണെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇൻസുലേഷൻ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ഇത് കറണ്ട് ഡ്രോൺ ബൈ ലോഡ് ഇഫ് പവർ ഫാക്ടർ ഈസ് റെഡ്യൂസ്. പവർ ഫാക്ടർ കുറഞ്ഞാൽ ആ ലോഡ് എടുക്കുന്ന കറണ്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് തന്നെ അതിന് ഉത്തരം പറയാം, കറണ്ട് വലിക്കുന്നത് കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഐഡിയകൾ മനസ്സിലാക്കി വയ്ക്കാം. ഈ പറഞ്ഞ ലോഡ് ഒരു മോട്ടറാണെന്ന് കരുതുക, ഒരു 10 HP അല്ലെങ്കിൽ 7.5 kW ഒരു മോട്ടറാണെന്ന് വിചാരിക്കുക. അത് 3 ഫേസ് മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് പവർ ഫാക്ടർ 0.85 ആയിരുന്നു ഇനിഷ്യലി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞ് 0.6 ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണ്. അതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ 10 HP അല്ലെങ്കിൽ 7.5 kW അല്ലെങ്കിൽ 7500 വാട്ട്സിൻ്റെ മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ പവർ ഡിവൈഡ് ബൈ √3 × V × പവർ ഫാക്ടറാണ് അതിലെ കറണ്ട് വന്നത്, I1 എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മുടെ പവർ എത്ര, 7500 വാട്ട്സ് ഡിവൈഡ് ബൈ √3 × 415 അവിടുത്തെ വോൾട്ടേജ് × 0.85 അവിടുത്തെ പവർ ഫാക്ടറാണ്. അപ്പോൾ 12.5 എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടുന്ന കാണാം. ഇനി അത് ഇനിഷ്യൽ കണ്ടീഷനാണ്, പവർ ഫാക്ടർ 0.85 ആയപ്പോഴാണ്. ഇനി പവർ ഫാക്ടർ 0.6 ആയിട്ട്, അതായത് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അപ്പോൾ സെയിം സൂത്രവാക്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട് I2 = P ഡിവൈഡ് ബൈ √3 × V × പവർ ഫാക്ടർ, രണ്ടാമത്തെ പവർ ഫാക്ടർ 0.6. അപ്പോൾ പവർ 7500 വാട്ട്സ് തന്നെ ഡിവൈഡ് ബൈ √3 × 415 × 0.6 ആണ് ഇപ്പോഴത്തെ പവർ ഫാക്ടർ. ചെയ്യുമ്പോൾ 17.3 എന്ന് പറഞ്ഞ് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, പവർ ഫാക്ടർ പറഞ്ഞപ്പോൾ കറണ്ട് വലിച്ച് കൂടി എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഏകദേശം 4.8 ആമ്പയർ, 38% കറണ്ട് വലിക്കുന്ന കൂടി പവർ ഫാക്ടർ കുറഞ്ഞതനുസരിച്ച്. അപ്പോൾ നമ്മൾ പവർ എടുക്കുന്ന സെയിമാണ്, പക്ഷേ ആ കറണ്ട് എടുക്കുന്ന കൂടുകയും ചെയ്യും. അതുവഴി നമുക്ക് എന്ത് പറ്റും, നമ്മുടെ കറണ്ട് ബില്ല് കൂടും. അതായത് ഇപ്പോൾ ഈ മോട്ടർ ചലിപ്പിച്ച് നമ്മളൊരു വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കാം. അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ വലിക്കുന്നതുകൊണ്ട് അത്രയും നമ്മുടെ മീറ്ററിൽ റെക്കോർഡാകപ്പെടും, നമ്മുടെ പൈസ കൂടും. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ എനർജി ലോസ് വരുന്നു, സിസ്റ്റം എഫിഷ്യൻസി അങ്ങനെ കുറയുന്നു. ലോസ് വന്നാൽ എഫിഷ്യൻസി കുറഞ്ഞു. മോട്ടർ കൂടുതൽ നേരം വർക്ക് ചെയ്തത് ഹീറ്റാവും. അപ്പോൾ ഓവർ ഹീറ്റിങ്ങും മോട്ടറിൻ്റെ ഒരു ലൈഫ് സ്പാൻ, അതായത് കുറേ കാലത്തേക്ക് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കപ്പാസിറ്ററും അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉത്തരം, കറണ്ട് വലിക്കുന്ന കൂടുതലാവും. അതിൻ്റെ ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഫ് ദ അയൺ ലോസ് ഈസ് ഇൻക്രീസ് ഫോർ എ ട്രാൻസ്ഫോമർ ഇറ്റ്സ് എഫിഷ്യൻസി വിൽ. അയൺ ലോസ് ഇൻക്രീസ് ചെയ്ത ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ലോസ് കൂടുമ്പോൾ എന്തായാലും എഫിഷ്യൻസി കുറയുന്നുള്ളൊരു കാര്യം അതേത് തന്നെയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ അയൺ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫോമറിൻ്റെ കോറിലുണ്ടാകുന്ന ലോസാണ്. അപ്പോൾ അതുവഴി ട്രാൻസ്ഫോമറിൽ എനർജി ലോസ്, അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല, കുറച്ച് നഷ്ടപ്പെടും ഈ ലോസൊക്കെ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫിഷ്യൻസി കുറയും. ഇപ്പോൾ ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും സെയിം ആണെങ്കിൽ നമുക്ക് 100% എഫിഷ്യൻസി എന്ന് പറയാം, 100% എഫിഷ്യൻ്റാന്ന് പറയാം. പക്ഷേ ഇത് കുറയുമ്പോഴത്തേക്കും എന്താ, നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ഇനിഷ്യൽ അയൺ ലോസ് 100 വാട്ടാന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് പവർ 1000, ഔട്ട്പുട്ട് പവർ 950 നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചോ. അപ്പോൾ 95% എഫിഷ്യൻസി. ഇനി നമ്മുടെ അയൺ ലോസ് 150 ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനെയും കൂടി ചേർത്ത് ഇൻപുട്ട് കൊടുത്താലാണ് നമുക്ക് ഔട്ട്പുട്ട് ഈ 950 നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈ ഇൻപുട്ട് പവർ നേരത്തെ 1000 കൊടുക്കുന്നവരെ ഈ സ്ഥാനത്ത് ഇപ്പോൾ 1050 കൊടുക്കേണ്ടി വരും. അപ്പോൾ എങ്കിലാണ് നമുക്ക് ആ സെയിം ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി നോക്കുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 90% കുറഞ്ഞേക്കണ കാണാം. അതായത് അയൺ ലോസ്, ഏത് ലോസ് ഇൻക്രീസ് ചെയ്താലും അത് എഫിഷ്യൻസിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. അപ്പോൾ പ്രവർത്തനക്ഷമത അതിൻ്റെ കുറഞ്ഞു എന്നുള്ള ബി എന്ന് പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ്. അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം നമുക്ക്. റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ടു. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളിൽ റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ മോട്ടറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോട്ടറിൽ നമ്മൾ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുകയോ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ മോട്ടറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ മോട്ടർ പൊതുവെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലോഡാണ്, ഒരു ഇൻഡക്ഷൻ ആണ്, ഫുള്ള് കോയിലാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡക്ടറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടുതൽ വലിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിഷ്യലി. അപ്പോൾ അങ്ങനെ ആ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ് കറണ്ട് കുറച്ച് അതിൻ്റെ ഓവർ ഹീറ്റിങ്ങും വോൾട്ടേജ് ഡ്രോപ്പും കുറയ്ക്കാനുള്ളൊരു സംവിധാനമാണ് അത് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആ കറക്കത്തിനുള്ള ആ ഒരു ശക്തി കൂടുതൽ കൊടുക്കാൻ, സ്റ്റാർട്ടിങ് ടോർക്ക് കൊടുക്കാനും വേണ്ടിയും ഹെവി ലോഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാക്കാനും ഈ റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. പിന്നെ പവർ ഫാക്ടർ കൂട്ടാനും ഇത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓവറോൾ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കാൻ പറ്റും. അതായത് പെട്ടെന്ന് ഈ കറണ്ടൊക്കെ വലിക്കുന്നതുകൊണ്ട് ഒരു വോൾട്ടേജ് ഡിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വലിക്കാണ്ടിരിക്കാൻ നമ്മൾ ഈ റെസിസ്റ്റൻസ് കൊടുക്കുന്ന വഴി അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പിന്നെ ഓവറോൾ മോട്ടറിൻ്റെ ഹൈ സ്റ്റാർട്ടിങ് കറണ്ടിൽ നിന്ന് അതിൻ്റെ വൈൻഡിങ്ങിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് ഒറ്റ റെസിസ്റ്റർ അല്ല, ഇത് കുറേ റെസിസ്റ്റേഴ്സ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് മോട്ടർ അതൊരു പർട്ടിക്കുലർ സ്പീഡ് എത്തുമ്പോഴത്തേക്കും ആ റെസിസ്റ്റർ മൊത്തത്തിൽ ഷോർട്ട് ചെയ്യും, അതായത് റെസിസ്റ്റൻസേ ഇല്ലാണ്ടാക്കും. എന്നിട്ട് പിന്നെ മോട്ടർ നോർമലി ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോയിസ്റ്റ് ക്രെയിനുകളൊക്കെ ഉണ്ട്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ക്രെയിനുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൺവെയർ, പമ്പ്, കംപ്രസർ വലിയ വലിയ മിക്സറും അഗ്രിഗേറ്ററിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഭയങ്കര ഹെവി ലോഡിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കേസുകളിലാണ് കൂടുതൽ ഇത് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന നമ്മുടെ ഹാർബേഴ്സിലൊക്കെ ഷിപ്പിൽ നിന്നൊക്കെ സാധനം പൊക്കുന്നൊക്കെ ഇലക്ട്രിക്കൽ ക്രെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തായാലും ഈ റോട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഗ്രാജുവലി അത് റെഡ്യൂസ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ബോക്സുകളുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഈസി ടു സ്റ്റാർട്ട് ഓഫ് ദ മോട്ടർ എല്ലാം ഉണ്ട്. റെഡ്യൂസിങ് ദ സ്റ്റാർട്ടിങ് കറണ്ട് ഉണ്ട്, ഇൻക്രീസിങ് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഓൾ ദ എബോവ് എന്ന് പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ആ ചാടിക്കറി ഉത്തരം ടിക്ക് ചെയ്യരുത്, മൂന്നും വായിച്ച് വിശദമായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ടിക്ക് ചെയ്യാൻ വേണ്ടി. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ വെൻ ദ ഇൻഡക്ഷൻ മോട്ടർ അറ്റൈൻസ് ഇറ്റ്സ് റേറ്റ് സ്പീഡ്. അതായത് ഇൻഡക്ഷൻ മോട്ടർ അതിൻ്റെ ഫുൾ സ്പീഡിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ റോട്ടർ റെസിസ്റ്റൻസ് എത്ര വരും എന്നുള്ളതാണ്, എത്രയായിരിക്കും എന്നുള്ളതാണ് മാക്സിമം, മിനിമം, സീറോ, നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഹൈ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിലും നമ്മൾ റേറ്റ് സ്പീഡിലെത്തുമ്പോൾ വെരി ലോ റെസിസ്റ്റൻസ്, ലെസ് ദാൻ 1 ohm അല്ലെങ്കിൽ 0 എന്ന് തന്നെ പറയാം. ഫുള്ളി റെസിസ്റ്റൻസ് അതിൽ ഷോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അത് പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിനോടനുബന്ധമായിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ടാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് പതുക്കെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്ന് ഫുൾ സ്പീഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ 0 ആക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് കുറച്ച് റെസിസ്റ്റൻസ് വാല്യൂ എടുത്തേക്കണം, അത് ഓരോ മോട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ സി ആണ് ഇത് അനുയോജ്യമായിട്ടുള്ളൊരു ഓപ്ഷൻ.